മെസ്സസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിണം ചൊരിഞ്ഞ കാൽവറി നാഥൻ്റെ തിരുമേനിയിൽ തട്ടി തകർന്നു പോയി സാത്താൻ്റെ സാമ്രാജ്യം. ഒന്നുകൂടെ പറയാം. നിണം ചൊരിഞ്ഞ കാൽവറി നാഥൻ്റെ തിരുമേനിയിൽ തട്ടി തകർന്നു പോയി സാത്താൻ്റെ സാമ്രാജ്യം. ഇത് നമുക്കറിയാം, സ്പിരിച്വൽ മീനിങ് ഉള്ള കുറേ വാക്കുകൾ അതിനൊരു സെൻറ്റൻസ് ആക്കണം. ഇങ്ങനെ ഇത് ബൈബിൾ അങ്ങിങ്ങനെ ചേർത്ത് കിടക്കുന്ന ചില വാക്കുകളാണ്. ഇതിനൊരു സെൻറ്റൻസ് ആക്കണം. സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് ദ കംപ്ലീറ്റ് സെൻസ് ഈസ് കോൾഡ് സെൻറ്റൻസ് എന്നാണ് പറയുന്നത്. പൂർണ്ണമായ ഒരു ആശയത്തെ അല്ലെ പൂർണ്ണമായ ഒരു അർത്ഥത്തെ തരുന്ന വാക്കുകളുടെ വാക്കുകളുടെ സമൂഹമാണ് ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇതൊരു ദിവസം രാവിലെ ഒരു 6 മണിയായപ്പോൾ ഞാനിങ്ങനെ എഴുന്നേറ്റ് ഉറക്കമൊക്കെ ഉണർന്ന് എഴുന്നേറ്റ് കിച്ചണിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ കിടന്ന സമയത്ത് എൻ്റെ നാവിന്മേൽ വന്നതാണ് ഇത്രയും വാക്കുകൾ. 1 അല്ല 2 അല്ല 3 പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പാട്ടെഴുതാൻ വേണ്ടി രാവിലെ എനിക്ക് പണി കിട്ടിയതാണെന്ന്. ഒരു കടും കാപ്പി അനത്തി കുടിക്കാൻ പോലും സമ്മതിക്കത്തില്ല എന്ന് ചുരുക്കം. കാരണം അവിടെ നോക്കിയിരിക്കുക, ഞാൻ എപ്പോൾ എഴുന്നേൽക്കുന്നെന്ന് നോക്കിയിരിക്കുക. അങ്ങനെയപ്പോൾ എൻ്റെ പ്രിയ ശ്രോതാക്കൾക്ക് ഞാൻ ഈ ടാസ്ക് തരികയാണ്. എനിക്ക് കിട്ടിയ ടാസ്ക്കാണ്. ഞാൻ കുറച്ചൊക്കെ ഇത് കംപ്ലീറ്റ് ചെയ്തെന്നാണ്, ഒരു ബിൽഡപ്പ് ചെയ്തെടുത്തെന്നാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോൾ ഇത്രയും ഇതൊരാദ്യത്തെ ലൈനാണ്. ഇതിൻ്റെ കൂടെ അറ്റ്ലീസ്റ്റ് ഒരു 2 ലൈനൂടെ ആയെങ്കിൽ ഒരു സോങ്ങിൻ്റെ പല്ലവിയാത്തുള്ളൂ. പിന്നെ 2 സ്റ്റാൻഡ്സോടെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഉണ്ടെങ്കിലേ ഒരു സോങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഈ കാളിദാസനെ പറ്റി അറിയാം. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സഭാംഗമായിരുന്ന കാളിദാസൻ സംസ്കൃത കവിയായിരുന്നു. ഇന്ത്യൻ ഷേക്സ്പിയർ എന്ന നാമത്തിലാണ് അറിയപ്പെടുന്നത്. ഒരു ദിവസം രാജാവ് കാളിദാസനോട് പറഞ്ഞു, 4 ലൈനുള്ള ഒരു കവിത എഴുതണം. ആ കവിതയുടെ 4ാമത്തെ ലൈൻ്റെ ലാസ്റ്റിലെ 4 അക്ഷരം എന്ന് പറയുന്നത് ഗായിക്ക എന്നാണ്. അപ്പം കാളിദാസന് വളരെ വിഷമിച്ച് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് നടന്നു വന്ന സമയത്ത് ഒരു ചെറിയ ബാലിക, ഒരു 3-4 വയസ്സുള്ള ബാലിക എതിരെ നടന്നു വരുന്നു. അപ്പോൾ കാളിദാസൻ, അപ്പോൾ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു കൺസെപ്റ്റാണ് തോന്നുന്നത്, അകത്താര് ദാസൻ പുറത്താര് കാളി എന്ന് പറഞ്ഞാൽ ആ കാളിദാസന് അറിവ് പകർന്നു കൊടുത്ത ആ ദേവി തന്നെയായിരിക്കും ചിലപ്പം ചെറിയ ബാലികയുടെ രൂപത്തിൽ വന്ന് കാളിദാസന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. എന്തുവായിപ്പോട്ടെ. അപ്പോൾ കാളിദാസൻ ഈ കുട്ടിയോട് ചോദിച്ചു, കാത്തോമാലെ കാഞ്ചനമാല തസ്യാപുത്രി കനകലതായ കിസ്കേ ഹാത്തെ താലിപത്രം കാസിമൻ്റെ ഗായിക്ക എന്ന് ചോദിച്ചാൽ കാത്തോമാലെ എന്ന് ചോദിച്ചാൽ പേരെന്താണ്? കാത്തോമാലെ കാഞ്ചനമാല തസ്യാപുത്രി എന്ന് പറഞ്ഞാൽ ആരുടെ പുത്രി? തസ്യാപുത്രി കനകലതായ കിസ്കേ ഹാത്തെ ചോദിച്ചാൽ കയ്യിലെന്താണ്? കിസ്കേ ഹാത്തെ താലിപത്രം എന്താണ്? എഴുത്തോല. കാസിമൻ്റെ ഗായിക്ക എന്താണ് എഴുതിയിരിക്കുന്നത്? ഗായിക്ക. അതാണ് കാത്തോമാലെ കാഞ്ചനമാല തസ്യാപുത്രി കനകലതായ കിസ്കേ ഹാത്തെ താലിപത്രം കാസിമൻ്റെ ഗായിക്ക. ഇവിടെ കാളിദാസന് ഒരു ഹെൽപ്പ് അന്നേരം കിട്ടുകയാണ്. ഇവിടെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. ക്യാൻ യു ഹെൽപ്പ് മീ? എനിബഡി? നോബഡി. അപ്പം ഞാൻ ചെറിയ രീതിയിലൊന്ന് ഇതൊന്ന് ബിൽഡപ്പ് ചെയ്തെടുത്തു എന്ന് പറയാം. നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ? നിണം ചൊരിഞ്ഞ കാൽവറി നാഥൻ്റെ തിരുമേനിയിൽ തട്ടി തകർന്നു പോയി സാത്താൻ്റെ സാമ്രാജ്യം. നിണം ചൊരിഞ്ഞ കാൽവറി നാഥൻ്റെ തിരുമേനിയിൽ തട്ടി തകർന്നു പോയി സാത്താൻ്റെ സാമ്രാജ്യം. അവൻ തകർന്നവനാണ്, ഉടഞ്ഞവനാണ്, തിരുജീവനേകി വീണ്ടവനാണവൻ. അവൻ തകർന്നവനാണ്, ഉടഞ്ഞവനാണ്, തിരുജീവനേകി വീണ്ടവനാണവൻ. എന്നാശ്രയമാണ്, അഭയമാണ്, എനിക്ക് ചാരാനെന്നും ഒരു വന്മതിലാണവൻ. നിണം ചൊരിഞ്ഞ കാൽവറി നാഥൻ്റെ തിരുമേനിയിൽ തട്ടി തകർന്നു പോയി സാത്താൻ്റെ സാമ്രാജ്യം. നിണം ചൊരിഞ്ഞ കാൽവറി നാഥൻ്റെ തിരുമേനിയിൽ തട്ടി തകർന്നു പോയി സാത്താൻ്റെ സാമ്രാജ്യം. അവൻ തകർന്നവനാണ്, ഉടഞ്ഞവനാണ്, തിരുജീവനേകി വീണ്ടവനാണവൻ. അവൻ തകർന്നവനാണ്, ഉടഞ്ഞവനാണ്, തിരുജീവനേകി വീണ്ടവനാണവൻ. എന്നാശ്രയമാണ്, അഭയമാണ്, എനിക്ക് ചാരാനെന്നും ഒരു വന്മതിലാണവൻ. നിണം ചൊരിഞ്ഞ കാൽവറി നാഥൻ്റെ തിരുമേനിയിൽ തട്ടി തകർന്നു പോയി
പോയി സാത്താൻ്റെ സാമ്രാജ്യം. എനിക്കെതിരായുള്ള കയ്യെഴുത്തുകൾ ക്രൂശിൽ തറച്ച് മായ്ച്ചു കളഞ്ഞവൻ. എനിക്കെതിരായുള്ള കയ്യെഴുത്തുകൾ ക്രൂശിൽ തറച്ച് മായ്ച്ചു കളഞ്ഞവൻ. സാത്താനെ എൻ്റെ കാൽ കീഴാക്കി തന്നവൻ. നിണഞ്ചൊരിഞ്ഞ കാൽവരനാഥൻ്റെ തിരുമേനിയിൽ തട്ടിത്താർന്നു പോയി സാത്താൻ്റെ സാമ്രാജ്യം. നിണഞ്ചൊരിഞ്ഞ കാൽവരനാഥൻ്റെ തിരുമേനിയിൽ തട്ടിത്താർന്നു പോയി സാത്താൻ്റെ സാമ്രാജ്യം. എൻ്റെ തകർച്ചകളിൽ ഉയർച്ചകളിൽ എന്നും കൂടെ നടക്കുന്നവൻ. എൻ്റെ തകർച്ചകളിലും ഉയർച്ചകളിൽ എന്നും കൂടെ നടക്കുന്നവൻ. വീണുപോകുന്ന അവസരങ്ങളിൽ കരം തന്ന് വാങ്ങി നടത്തുന്നവൻ. വീണുപോകുന്ന അവസരങ്ങളിൽ കരം തന്ന് വാങ്ങി നടത്തുന്നവൻ. നെഞ്ചൊരിഞ്ഞ കാൽവരനാഥൻ്റെ തിരുമേനിയിൽ തട്ടിത്താർന്നു പോയി സാത്താൻ്റെ സാമ്രാജ്യം. അവൻ താർന്നവനാണ്, ഉടഞ്ഞവനാണ്, തിരുജീവനേകി വീണ്ടവനാണവൻ. അവൻ താർന്നവനാണ്, ഉടഞ്ഞവനാണ്, തിരുജീവനേകി വീണ്ടവനാണവൻ. എന്നാശ്രയമാണ്, അഭയമാണ്, എനിക്ക് ചാരാനെന്നും ഒരു വന്മതിലാണവൻ. നിണഞ്ചൊരിഞ്ഞ കാൽവരനാഥൻ്റെ തിരുമേനിയിൽ തട്ടിത്താർന്നു പോയി സാത്താൻ്റെ സാമ്രാജ്യം.